സൗബിക അത് ഞാനിവിടെ ഇരുന്ന് പറയുന്നതാണോ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നതാണോ ശരിക്കും എക്സൈറ്റിംഗ്? സത്യസന്ധമായിട്ട് പറയാം. എന്നാ പിന്നെ നമുക്ക് അതിനെ വെയിറ്റ് ചെയ്തുകൂടാ? അല്ല അല്ല, എന്ത് പറഞ്ഞാലും സ്പോയിലർ അല്ലേ? അതായത് ആ സിനിമയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പുറത്തുവിടാത്ത എന്ത് കാര്യം ഞാൻ വന്നിരുന്നു പറഞ്ഞാലും സ്പോയിലർ അല്ലേ? അല്ലേ അല്ലേ? അത് ദില്ല ക്യൂരിയോസിറ്റി കൊണ്ട് ബാക്കിയുള്ള എല്ലാവരുടെയും സ്പോയിലർ ആക്കണം എന്ന് പറയുന്നത് എന്തൊരു സെൽഫിഷാണ്. നീ ഞാൻ ആവരുത് കേട്ടോ ജീവിതത്തിൽ. കുറച്ചും കൂടെ ഒക്കെ മറ്റുള്ളവരോടെ കൺസിഡർ ചെയ്യണം ജീവിക്കുമ്പോൾ. അതിനൊരു അപ്ഡേറ്റ് ഞാൻ തരാം. അതിന്റെ ഇന്റർവ്യൂ ഒക്കെ ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുള്ളല്ലേ. അത് ഈ പറഞ്ഞ പോലെ മെയ് 14 റിലീസാണ്. അതെ അല്ല, അത് ഭയങ്കര രസമുള്ള പടമായിരിക്കും. ഭയങ്കര രസമായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ അറിയണ്ടത് ചോദിച്ചോ. പക്ഷെ എനിക്ക് കുറെ നാളായിട്ട് പരിചയമുള്ളതാണ് വിനീതന്റെ. ഞങ്ങൾ കുറെ നാളായിട്ട് ഫോണിലൂടെയും അല്ലാതെ നേരിട്ടും ഒക്കെ കാണുമ്പോൾ അത് കുഞ്ഞിരാമായണോ എന്നതിന്റെ മൊയ്തീൻ നടക്കുന്ന സമയത്ത് ആ സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് വിനീതന്റെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇടയ്ക്ക് വിളിക്കും, നമ്മൾ സിനിമകൾ കണ്ടിട്ട് വിളിക്കും, അപ്രിഷിയേറ്റ് ചെയ്യും. ഇതേപോലെ തിരിച്ചും അങ്ങോട്ടും നമ്മൾ സിനിമകൾ കാണും. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരാളാണ്. അപ്പം വിനീതന്റെ കൂടെ ആണെങ്കിലും ഷാനിക്കാണെങ്കിലും എനിക്ക് ഷാനിക്ക കാക്കനാട് താമസിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ കൂടെ ഞാൻ കുറച്ചുകൂടെ താമസിച്ചിരുന്നത് കാക്കനാട്. അപ്പോൾ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അടുത്തിടപഴകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ഓൾറെഡി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ മാത്രമല്ല, ഇതിൻ്റെ റൈറ്റർ പോൾസൺ, അത് പോൾസനെ എനിക്ക് കുറേ നാളായിട്ട് അറിയാം. ബേസിൽ ഇതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് പോൾസൺ ഉണ്ടായിരുന്നു, ആ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരും തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരുന്നു. ഇതിൻ്റെ സംവിധായകൻ അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്നത് മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഇത് ഡെബ്യൂ ഡയറക്ഷനാണ്. പക്ഷെ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുക. പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഭൂരിഭാഗം പേര് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള അഷ്റം സയാണ്, മേക്കപ്പ് റോണക് ചേട്ടനാണ്. ഇവരൊക്കെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞൊരു 4-5 സിനിമകളിൽ ഞാൻ പോയപ്പോൾ ഇതിലൊക്കെ മേക്കപ്പ് റോണക് ചേട്ടനായിരുന്നു. അതുകാരണം എനിക്ക് എൻ്റെ ലുക്കിനെ പറ്റി ടെൻഷനിലായിരുന്നു. പുള്ളി നോക്കിക്കോളും പോലെയായിരുന്നു. അപ്പോൾ ഇതുപോലെ പരിചയമുള്ള ആൾക്കാരാണ് അതിലുണ്ടായിരുന്നത് ഭൂരിഭാഗം പേരും. പിന്നെ ആരൊക്കെ ഞാനെങ്കിലും പേര് പറയാൻ വിട്ടുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഒരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഷൂട്ട്. അത് സിനിമയിലും പ്രതിഫലിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അതെ, ഞങ്ങൾ ബാക്കിൽ വന്നിരുന്ന് ഇക്കളിയാക്കും. ഒന്ന് പോടാ, സിനിമ കണ്ടിട്ട് ആൾക്കാർ ചിരിച്ചിരിക്കില്ല, നമ്മൾ എന്ത് ചെയ്യും? കോമഡി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.